ഷാബു പ്രസാദ് നമുക്ക് പറ്റുന്നു. ശ്രീ ഷാബു പ്രസാദ്, ഗവർണർമാർ അധികാര പരിധി കടക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കുറെ കാലമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിഷയം തന്നെയാണ്. അതിൽ ഒരു നിയന്ത്രണം ഉണ്ടാകുന്നു. ആ അധികാര പരിധി ഗവർണർക്കില്ല എന്ന് പരമോന്നത നീതിപീഠം തന്നെ പറയുന്നൊരു സാഹചര്യമാണ്. അത് ഉറപ്പാക്കാൻ വേണ്ടി രാഷ്ട്രപതിക്ക് പോലും സമയപരിധി ഇല്ല, അല്ലെങ്കിൽ സമയപരിധി ഉണ്ട് എന്ന് വരെ സുപ്രീം കോടതി പറയുകയാണ്. എങ്ങനെ കാണുന്നു? അല്ല, ഇതിപ്പോ ഞാനിപ്പോ അറിഞ്ഞതേ ഉള്ളൂ വിവരം എന്താണെന്നുള്ളത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വന്നിട്ടില്ല. ഇനി അതൊരു വിധിയായിട്ടാണോ, ഒരു പരാമർശമായിട്ടാണോ, ഒരു ഇന്റർപ്രിട്ടേഷനായിട്ട്, വ്യാഖ്യാനമായിട്ടാണോ വന്നിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. അത് വിധിയാണ്. അത് മാത്രമല്ല, അത് ഏപ്രിൽ 8 തുറന്ന കോടതിയിൽ പുറപ്പെടുവിച്ച വിധിയാണ്. അത് ഇന്നലെ അപ്ലോഡ് ചെയ്തിരിക്കും. ഈ വിധിയുടെ പകർപ്പ് എല്ലാ ഗവർണർമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കും ഹൈക്കോടതികൾക്കൊക്കെ അയച്ചു കൊടുക്കാനുള്ള നിർദ്ദേശവും സുപ്രീം കോടതി ഓക്കെ ഇതിപ്പം എന്ത് തന്നെയാലും ഇതിപ്പം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ആ ഒരു തീരുമാനമാണെങ്കിൽ അതിനെ നമ്മൾ ആ ഒരു രീതിയിൽ അതിനൊരു ബഹുമാനം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തില് ആത്യന്തികമായ തീരുമാനം അല്ലെങ്കിൽ ആത്യന്തികമായ ആ ഒരു അത് ആരുടെ ജനവിധി ആയിരിക്കണം എന്നുള്ളത് ഒരു തത്വത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ആത്യന്തികമായി ജനങ്ങളുടെ പ്രതിനിധിയായ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ തെരഞ്ഞെടുത്ത ഒരു രാഷ്ട്രപതിയുടെ വിധി അല്ലെങ്കിൽ ആ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് മേളിൽ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ജനങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ എലക്റ്റഡ് അല്ലാത്ത ഒരു ബോഡി അധികാരം സ്ഥാപിക്കുന്നു എന്നുള്ളത് നമ്മൾ അതിൻ്റെതായ വിദഗ്ധര് തീരുമാനിക്കേണ്ട കാര്യമാണത്. അതിന്റെ പുറത്ത് ഒരുപാട് ചർച്ചകളും വ്യാഖ്യാനങ്ങളും ഒക്കെ വരേണ്ടതുണ്ട്. കാര്യം എന്തായാലും കോടതി എന്ന് പറയുന്നത്, നമ്മുടെ നീതിപീഠം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല. ജനങ്ങളുമായിട്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ഒരു അക്കൗണ്ടബിലിറ്റിയും അവർക്ക് ഇതിനുണ്ടാകണം എന്ന് നമുക്ക് ധരിക്കാൻ കഴിയില്ല. അപ്പോ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് നമ്മുടെ നിയമവ്യവസ്ഥ ആരോടാണ് അക്കൗണ്ടബിൾ ആവേണ്ടത് എന്നുള്ളതും ഒരു പ്രശ്നമാണ് അപർണ. ഇവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നീതിപീഠം എന്ന് പറയുന്നത് ആരോടാണ് അക്കൗണ്ടബിൾ? നമുക്ക് സൗകര്യത്തിന് പറയാം ഭരണഘടനയോട് നിയമത്തിനോടുമാണ് അക്കൗണ്ടബിൾ എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഭരണഘടനയുടെ അതോറിറ്റിയായ പ്രസിഡന്റിന് മുകളിൽ ഇവർക്ക് അധികാരമുണ്ടോ, നീതിപീഠത്തിന് അധികാരമുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണിത്. അതിൻ്റെ അകത്ത് ഓരോ കാര്യത്തിലും അഭിപ്രായം പറയുന്നതും വ്യാഖ്യാനിക്കുന്നതും വളരെ സൂക്ഷിച്ചു വേണം. അല്ല, അത് മനസ്സിലായി. അത് ശരിയാണ് ശ്രീ ഷാബു പ്രസാദ്. അപ്പോഴും നമുക്ക് ഒരല്പം താഴോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലടക്കം നടക്കുന്ന വിഷയങ്ങളുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ ഏജന്റുമാരാണ് ഗവർണർമാർ എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന് സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു താങ്ങും ഒരു ശക്തിയും ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ വിധി. അത് ഒരു രാഷ്ട്രീയപരമായി നോക്കിയാൽ ഒരുപക്ഷെ BJPയെ സംബന്ധിച്ചോളം, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളം അത് തിരിച്ചടിയാണ്. അല്ല, ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണ്. അതായത് ഏത് കാലത്തും അങ്ങനെയല്ല. ഇപ്പൊ ഈ ഗവർണർ എന്ന് പറയുന്ന പദവിയില് ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചു വന്നൊന്നുമല്ലല്ലോ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ മുതൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണറുണ്ട്, ഗവർണർമാർ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളായിരിക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ ആരാണോ കേന്ദ്രം ഭരിക്കുന്നത് അവർക്ക് സൗകര്യമുള്ള, അവർക്ക് ഇഷ്ടമുള്ളവരായിരിക്കും ഗവർണർമാരായിട്ട് വരികയും ചെയ്യുന്നത്. അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഗവർണർ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ആളായിരിക്കും ഗവർണർ എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ നിന്നാൽ പോലും തീർച്ചയായും നമ്മുടെയൊക്കെ അനുഭവത്തിൽ നമുക്കറിയാം മിക്കവാറും ഗവർണർമാർ രാഷ്ട്രീയക്കാരായിരിക്കും. മുൻ പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ ആയിരിക്കും, രാഷ്ട്രീയ പരിചയമുള്ളവരായിരിക്കും. തീർച്ചയായും അവർക്ക് രാഷ്ട്രീയ പരിഗണനകളും രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ നമുക്കിവിടെ എന്താണ് നമുക്ക് വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണതല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞല്ലേ, ബില്ലുകൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ബില്ലുകളിൽ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത് രാഷ്ട്രപതി ആയാലും ശരി. കാര്യം ഒരു ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമമാണത്. ആ നിയമത്തിന് ഒരു സമയപരിധിയും കാര്യങ്ങളും, ഇത് ഇത്ര സമയത്തിനുള്ളിൽ തീരുമാനമെടുക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണത്. അത് വേണം. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ ഈ ഹൗ സൂൺ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അങ്ങനെ വ്യക്തമല്ലാത്ത
വ്യാഖ്യാനങ്ങൾ, നമ്മുടെ നിർവചനങ്ങളുണ്ടെങ്കിൽ അതിന് കൂടുതൽ വ്യക്തത വരുത്തുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ നമുക്ക് ആവശ്യമാണ് എന്നുള്ള ആ ഒരു വസ്തുതയിലേക്കും കൂടിയാണ് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ വിരൽ ചൂണ്ടുന്നത്. നന്ദി ശ്രീ ഷാബു പ്രസാദ്. ഭരണഘടനാപരമായിട്ടുള്ള അധികാരം സംബന്ധിച്ചുള്ള ഒരു വലിയ ചർച്ചകൾക്കൊക്കെ ഇത് വഴിവെച്ചേക്കാം. രാഷ്ട്രപതിക്ക് അധികാര പരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുമോ? അത് ഏത് തരത്തിലാണ്? നേരത്തെ എം ആർ അഭിലാഷ് പറഞ്ഞതുപോലെ, അഭിഭാഷകൻ എം ആർ അഭിലാഷ് പറഞ്ഞതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വരാത്തതുകൊണ്ട് ആ തരത്തിൽ. പക്ഷേ പരമോന്നത നീതിപീഠമാണ് റിവ്യൂ ഹർജി. നിയമപരമായിട്ട് മാത്രമേ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ വിമർശിക്കാനോ കഴിയുകയുള്ളൂ. അത് അല്ലാത്ത സമയം വരെ സംസ്ഥാന സർക്കാരുകളും ഗവർണർമാരും തമ്മിലുള്ള സംഘർഷങ്ങളിൽ വലിയ തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് സഹായകമാകുന്ന ഒരു വിധിയിലേക്ക് കടന്നിരിക്കുന്നു. ഒരു ഫെഡറൽ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിന് സഹായകരമായ ഒന്നാണെന്നാണ് നേരത്തെ CPM MP പി ശിവദാസനും നമ്മളോട് പ്രതികരിച്ചത്. ER രാഗേഷാണ് വിവരങ്ങൾ.